ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും അഭിയും കൂടി ആകെ ടെൻഷനിലാണ്. അപ്പോൾ ജലജ പറയുകയാണ്, അവരെന്തൊരു മനുഷ്യ സ്ത്രീയാണ്. കാരണം സ്വന്തം മകളുടെ ജീവൻ പോലും നോക്കാതെയാണ് അവർ സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി നവ്യയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ദൈവം എന്തൊക്കെ വരുമെന്ന് ആർക്കറിയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ നവ്യ കാറി വന്നിറങ്ങുന്ന സീന കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും പേടിച്ചു പോവുകയാണ്. അപ്പോൾ അഭി പറയണത്, അമ്മ അവൾ വന്നല്ലോ, അമ്മ ഇനി എന്തെല്ലാം ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എടാ, എന്തു വന്നാലും സഹിക്കുക. അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഇരുന്നാൽ മതി. അവളെല്ലാം അറിഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിലോ എനിക്കാണെങ്കിൽ ഓർത്തിട്ട് പേടിയാവുന്നു. അതാ പറഞ്ഞത്. അവളെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാൽ മതിയെന്ന്. കാരണം അവൾ സത്യം അറിഞ്ഞിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോളേ അവളെ നിന്നെ കുത്തി കൊല്ലാനും സാധ്യതയുണ്ട്. ഇത് ഇടുന്നപ്പോഴേക്കും അമ്മേ ഇങ്ങനെ പറയില്ല അമ്മേ. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ? എടാ, നീ കാരണമാണ് ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ എനിക്കിവിടെ സുഖസുന്ദരമായിട്ടിരുന്ന് കഴിഞ്ഞ് കൂടായിരുന്നു. നീ കാരണം ഇതെല്ലാം സംഭവിച്ചു. അതുകൊണ്ട് നീ വരുത്തിക്കൂട്ടി വെച്ച വിനയെല്ലാം നീ തന്നെ അനുഭവിച്ചു അഭി. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മുടെ അഭിയാണെങ്കിൽ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നവ്യ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ദേവയാനിയും മുത്തശ്ശിയും മുത്തശ്ശനും ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. ഇനി നവ്യ ഏത് രീതിയിലാണ് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ നീ എവിടെ പോയതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ് എന്ന് നവ്യ പറയുകയാണ്. അപ്പം മുത്തശ്ശൻ, അതാ ചോദിച്ചത് ആരെ കാണാനാ പോയതെന്ന്. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോയതാണ് മുത്തശ്ശ എന്ന് നവ്യ പറയുകയാണ്. അപ്പോൾ ദേവയാൻ എടുത്ത് വായിക്കും, അല്ല അമ്മ നിന്നോട് സത്യങ്ങളും എല്ലാം പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനും അമ്മയും സംസാരിക്കുന്ന കാര്യം എന്തിനാണ് മറ്റുള്ളവരറിയുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ദേവയാനിക്ക് വല്ലാത്തൊരു തിരിച്ചടി തന്നെ പോലെ ആയിപ്പോയി. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദേവയാനിയും പറയണം, അവൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശനൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. ദൈവമേ, ഇനിയിപ്പോൾ ഇവള് ആത്മഹത്യക്ക് വല്ല ഒരുങ്ങോ, നമ്മൾക്കിപ്പോൾ കാത്തിരിക്കാനും വലിയ ദുരന്തമായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേവയാനി ആണെങ്കിൽ അതെ, ഇപ്പം ആദർശം ഇറങ്ങിപ്പോയതിൻ്റെ സങ്കടത്തിലൊക്കെയാണ് നമ്മളിരിക്കുന്നത്. ആ സമയത്ത് ഇവള് ഇതിനേക്കാളും വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാക്കി വെക്കുമോ അമ്മേ? ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട്. വരുന്നതൊക്കെ നമുക്ക് സഹിച്ച് ഇനി മതിയാവുള്ളൂ. കാരണം എന്താണെന്നറിയാവോ, ഇനിയിപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദർശ് പോയതിൻ്റെ സങ്കടത്തിൽ നിൽക്കുക. ഇനി ഈ ഒരു സങ്കടവും കൂടി സഹിക്കാൻ പറ്റുമെങ്കിൽ അത് സഹിച്ച സങ്കടം മാറ്റാം എന്നും പറഞ്ഞാണ് മുത്തശ്ശി നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും അതേപോലെ തന്നെ ആദർശും കനകവും കൂടി വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ നയന പറയണം, അമ്മ എന്നാൽ അമ്മ ചെയ്തത് വല്ലാത്തൊരു ക്രൂരതയായി പോയിട്ടോ. ചേച്ചിയുടെ സത്യങ്ങളൊന്നും അമ്മ പറയണ്ടായിരുന്നു. എന്തിനാ പറഞ്ഞത്? ചേച്ചിയുടെ സ്വഭാവം ശരിക്കും അറിയാമല്ലോ, പിന്നെ എന്തിനാ പറഞ്ഞത്? മോളെ, ഞാൻ ചെയ്തത് തെറ്റൊന്നായി പോയെന്ന് എനിക്ക് തോന്നില്ല. സഹിക്കുന്നതിലും അപ്പുറമായി അവളും അവനും കൂടി ഭയങ്കരമായിട്ട് അഹങ്കാരം കാട്ടിക്കൂട്ടി വയ്ക്കുകയാണ്. എന്നിട്ട് ആ ദർശനം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ എത്ര നാൾ സഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് മോള് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മേ, ഞാൻ കുറ്റക്കാരനല്ലെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇതിൽ കുറ്റക്കാരൻ അഭിയാണെന്നും അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ വീട്ടുകാർ അഭിയോട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല? അവരെല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നില്ലേ? എൻ്റെ അമ്മയടക്കം ഉള്ളിലൊതുക്കി കഴിയുന്നില്ലേ? നവി എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞല്ലേ നടക്കുന്നത്. എന്നിട്ടും എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ നടക്കുന്ന കാര്യം എന്താ? കാരണം നവിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം ശരിക്കറിയാം എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് സഹിച്ച് നിന്നത്. എന്നിട്ട് അമ്മ എന്തിനാണ് പോയി പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. മോനെ, ദേ ആദർശേ, നിന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അനന്തപുരിയക്കാരെ എല്ലാവരെയും ഇവർ കുറ്റം പറയുന്നു, തറപറ്റിക്കാനായിട്ട് നോക്കുന്നു, തകർക്കാനായിട്ട് നോക്കുന്നു, ജ്വല്ലറി മോഡലായിട്ട് പോകുന്നു. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? കുറേയൊക്കെ സഹിച്ചു ക്ഷമിച്ചൊക്കെ ഞാനിരുന്നു. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയാണെങ്കിൽ, ഇനി ചേച്ചി എന്താണ് കാണിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ഇനി ചേച്ചി കൊച്ചിനെയും കൊണ്ട് പോയാൽ എന്ത് ചെയ്യും? പിന്നെ ചേച്ചിയെ കണ്ടെത്താൻ പോലും സാധിക്കില്ല. അവരുടെ കുടുംബജീവിതം തകരൂല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഏതായാലും എൻ്റെ പൊന്നു മോളെ, അവൾ കുഞ്ഞിനെയും കൊണ്ട് പോയാലും ഇല്ലെങ്കിലും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ. പിന്നെ കുടുംബജീവിതം
അവനെ പോലെ ഒരുത്തരെ എന്തിനാണ് അവളുടെ ജീവിതത്തിൽ? ആ ബന്ധമേ നേരത്തെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പിന്നെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. പിന്നെ ഗോവിന്ദേട്ടൻ ഞാനൊക്കെ മനസ്സിൽ ഇത് ഒരുപാട് സൂക്ഷിച്ച കാര്യമാണ്. ഇത് കഴിഞ്ഞപ്പോഴേ കണ്ടിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് പേടിച്ചാണെന്ന്. അത് പിന്നെ അദ്ദേഹമാണെങ്കിൽ രണ്ട് കാലിലും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു വഞ്ചിയിലും എപ്പുറത്തെ വഞ്ചിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചവിട്ടുകയാണ്. ഏത് പറയണം ഏത് പറയണ്ട എന്നാലോചിച്ച്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇനി വരുന്നിടത്ത് വെച്ച് എന്നെ കാണാമെന്നൊക്കെ ഇവർ പറയാം. അങ്ങനെ നവ്യയെ കാണിക്കുകയാണ്. അപ്പം നവ്യ ആണെങ്കിൽ നേരെ റൂമിലേക്ക് കയറി ചെല്ലുക. നവ്യയെ കണ്ടപ്പോൾ തന്നെ അഭി അവിടെ നിന്ന് ചാടി എണീറ്റ്, നവ്യയെ നീ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. നവ്യ ഒരക്ഷരം മിണ്ടുന്നില്ല. നവ്യക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് മുഖത്ത്. അപ്പോൾ വീണ്ടും ഈ അഭി ചോദിക്കുകയാണ്, നവ്യ ഞാൻ ചോദിക്കുന്നത് കേട്ടില്ല, നീ അമ്മയെ കണ്ടോന്നാ ചോദിച്ചത്? അല്ല, നീ അമ്മയെ കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ നിന്ന് പോയത്, അതുകൊണ്ട് അമ്മയെ കണ്ടോന്ന് ചോദിച്ചത്. എനിക്കാകെ പേടിയാവുന്നുണ്ട് നവ്യേ. നിന്റെ മനസ്സ് മാറ്റാനും നമ്മൾ തമ്മിൽ അകറ്റാനും ഒക്കെ നിന്റെ അമ്മ കള്ളക്കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നവ്യാണെങ്കിലും മിണ്ടിപ്പോകരുത് നീ. നിന്റെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാനും പറ്റില്ല. മനസ്സിലായാലോ? എൻ്റെ മുന്നിൽ നിന്ന് പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. നവ്യാണെങ്കിൽ പേടിച്ചും പോയി. അബിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അബി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നവ്യ ആണെങ്കിൽ തകർന്ന് തരിപ്പണമായൊരവസ്ഥയിൽ ആ കട്ടിൽ തന്നെ അങ്ങനെ കുത്തിയിരിക്കുക. ഇനി എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, ഇനി താൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വരെ നമ്മുടെ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അബി നേരെ ചെന്ന് ഈ ജലജയോട് കാര്യങ്ങളെല്ലാം പറയണത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടാ സത്യങ്ങൾ അറിഞ്ഞോ ഇല്ല, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അമ്മ അവളുടെ ആ മുഖത്ത് ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ ഇവിടെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവളുടെ മുഖത്ത് ആ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു കൂടിയിരിക്കുകയാണ്. ഇനി അവൾ വല്ല ആത്മഹത്യ ചെയ്യോ എന്നൊക്കെയാണ് എനിക്കൊരു പേടി. എടാ അവൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ. അപ്പോൾ അവൾ ഇല്ലാതായി എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും. പക്ഷെ അവൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പേടി. അവൾ നിന്നെ കുത്തിക്കൊല്ലുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അമ്മേ, അവൾ ആത്മഹത്യ ചെയ്യില്ല. അവളൊരു മണ്ടിയല്ല. കാരണം അവൾ സാധാരണ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരാളല്ല. എനിക്കിപ്പോൾ എന്നെ എന്തെങ്കിലും അവൾ ചെയ്യുമെന്ന് ഇപ്പോൾ അമ്മ പറഞ്ഞ പോലെ എനിക്ക് പേടിയാണ് അമ്മേ. എനിക്ക് ഓർത്തിട്ട് തന്നെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നീ എല്ലാം അനുഭവിച്ചോടാ, നിനക്ക് ഇത് തന്നെ കിട്ടണം. ഏതായാലും ഇപ്പം നമ്മളൊന്നും പറയാനായിട്ട് പോവണ്ട. നവ്യ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. ഇനി കനകം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അവളത് വിശ്വസിച്ചോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട, മനസ്സിലായല്ലോ എന്ന് അഭിയോട് പറയാണ്. അങ്ങനെ നവ്യ ആണെങ്കിൽ നേരെ സ്റ്റെയർ കേസിലേക്ക് ഇറങ്ങി വരികയാണ്. സ്റ്റെയർ കേസിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സെറ്റിയിൽ നമ്മുടെ ചന്തുമോൾ ഇരിക്കുക. അപ്പോൾ ചന്തുമോൾ നവ്യയെ കാണുകയാണ്. നവ്യ ചന്തുമോളെയും കാണാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നവ്യ കണ്ണെടുക്കാതെ തന്നെ ചന്തുമോളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ചന്തുമോൾക്കാകെ പേടി തോന്നുന്നു നവ്യയുടെ ആ ഒരു നോട്ടം കണ്ടിട്ട്. അപ്പോൾ നവ്യക്ക് തോന്നിയത് അവിടെ അഭി ഇരിക്കുന്ന ആ ഒരു ഇതാണ് തോന്നുന്നത്. കാരണം അഭയുടെ ഇപ്പം മുഖച്ചായാണ് ചന്തുമോളിൽ നവ്യ കാണുന്നത്. കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് കലി വരുന്നുണ്ട്. അങ്ങനെ ആ കൊച്ചവിടെ നിന്ന് ചാടി എണീറ്റിട്ട് നവ്യയോട് ചോദിക്കുകയാണ്, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴും നവ്യയോടൊരു അക്ഷരം മിണ്ടുന്നില്ല. നവ്യ നേരെ മുകളിലേക്ക് കയറി പോകാനുള്ള ശ്രമം. അപ്പോഴും മുകളിൽ നിന്നുകൊണ്ട് ആ കൊച്ചിനെ തന്നെ നോക്കുകയാണ്. കൊച്ചിനാണെങ്കിൽ പേടിയും തോന്നുന്നു നവ്യയുടെ ആ ഒരു നോട്ടം കണ്ടിട്ട്. അങ്ങനെ നവ്യ നേരെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നവ്യക്ക്. അങ്ങനെ നവ്യാണെങ്കിൽ നേരെ ആരും കാണാതെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അടുക്കളയിലേക്ക് കയറി ചെന്ന് അവിടെ ഇരിക്കുന്ന കത്തിയിലേക്കാണ് നവ്യ നോക്കുന്നത്. അങ്ങനെ ആ ഒരു കത്തി എടുത്തിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നാലോചിച്ചുകൊണ്ട് നവ്യ ആ ഒരു കത്തി സാരിയിലിങ്ങനെ ഒളിപ്പിച്ചിട്ട് നേരെ മുകളിലേക്ക് തന്നെ കയറിപ്പോൾ തൻ്റെ റൂമിലേക്ക് കയറി പോവാണ്. റൂമിലേക്ക് കയറിപ്പോയി നവ്യ കത്തി ഇങ്ങനെ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് നവ്യ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. കാരണം അന്ന് ചന്തുമോളെയും കൊണ്ട് പുറത്തു പോയതും നവ്യ പിന്നാലെ ഓടിച്ചെന്ന് അഭി എന്ന് വിളിച്ചിട്ട് പോലും അഭി നിൽക്കാതെ പോയതും
അതേപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ചന്തുമോള് നിൻ്റെ കുഞ്ഞാണോ എന്ന്, ആണോളോ നിൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോൾ അഭിയുടെ മുഖത്ത് ആ പരിഭവവും പേടിയും ഒക്കെ കണ്ടതും ഒക്കെ നവ്യ ഒരു നിമിഷം അവിടെ ഇരുന്ന് കൊണ്ട് ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം തൻ്റെ അമ്മ പറഞ്ഞ സത്യമാണോ എന്ന് വരെയും ചിന്തിച്ചു കൂട്ടുകയാണ്. അങ്ങനെ നവ്യ ആ കത്തി എടുക്കുക. അങ്ങനെ ആ കത്തി എടുത്തിട്ട് തനിക്കിനി ജീവിക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് നവ്യ ആ ഒരു കത്തി തൻ്റെ ഞരമ്പിൽ വെക്കുക. ഞരമ്പിൽ വെച്ചിട്ട് മുറിക്കാൻ പോകുന്ന ആ സമയത്ത് നവ്യയുടെ കൊച്ചിരുന്ന് ഭയങ്കര കരച്ചിൽ. അമ്മ ഇങ്ങനെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. അങ്ങനെ കരയുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് നവ്യ പെട്ടെന്ന് കത്തി അവിടെ വെച്ച് കുഞ്ഞിനെ എടുക്കണം എൻ്റെ മോനെ, ഇല്ലടാ 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 ഒന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ കൊച്ച് അവിടെ കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ ആ കൊച്ചു തന്നെയാണ് നമ്മുടെ നവ്യയുടെ ജീവൻ അവിടെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ കൊച്ചിനിങ്ങനെ ഉറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴും നവ്യക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. അങ്ങനെ നവ്യ ആ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പം നവ്യ തന്നെ നവ്യയുടെ ഉപചായ നവ്യയോട് സംസാരിക്കുകയാണ്. ദേ നിൻ്റെ അമ്മ പറഞ്ഞത് 99% ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൽ 1% ബാക്കി കിടക്കുകയാണ്. ആ 1% ചിലപ്പോൾ യഥാർത്ഥ സത്യം നീ അറിയാനാണെങ്കിലോ. കാരണം അതിൽ ഒരു തെറ്റുണ്ട്. ഈ അഭി അനന്തപുരിയിലെ വളർത്തുമകനാണ്, അല്ലാതെ അനന്തപുരിയിലെ കൊച്ചല്ല ഈ അഭി. അതുകൊണ്ട് അഭിയെ എല്ലാവരും കള്ളനാക്കിയിട്ട് ആദർശിനെ രക്ഷിക്കാനാണെങ്കിലോ. അങ്ങനെ സംഭവിച്ചു കൂടെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആണോ അങ്ങനെ ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും കൂടി ആലോചിക്കേണ്ട അവസ്ഥ നമുക്കുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം 99% ശരിയാണെങ്കിലും ഈ 1% എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അഭിയെ കുറ്റപ്പെടുത്താനും ആദർശിനെ ഇതിൽ നിന്നും രക്ഷിക്കാനുമാണ് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെങ്കിലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കറിയണം, അറിഞ്ഞേ മതിയാവുള്ളൂ. എന്നിട്ടേ ഇനി നവ്യ ഒരു പോക്ക് പോകുള്ളൂ. സാധാരണ പെൺകുട്ടികൾ ചിന്തിക്കുന്ന പോലെ ഈ നവ്യ ചിന്തിക്കില്ല. സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ കത്തി അവൻ്റെ നെഞ്ചത്ത് കയറ്റിയട്ടെ ഈ നവ്യയുടെ നെഞ്ചത്ത് കയറ്റുള്ളൂ നവ്യ എന്നിങ്ങനെ നവ്യ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ ബൈ.